ഈ വാർത്ത കണ്ട് ആ നടി പറഞ്ഞത് എനിക്ക് ഇന്ന് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല എന്നൊരു കാരണം ഒരു കൺസേൺ ഇല്ലാതെ പോലെയാണ് ഈ വാർത്തകൾ സ്പ്രെഡ് ആവുന്നത്. പൊതു ചർച്ചയായത് വളരെ അപക്വമായ നിലയിൽ ഈ പരാതി ഫിലിം ചേംബർ എന്ന സംഘടന കൈകാര്യം ചെയ്തുകൊണ്ട് അപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് വിൻസി അലോഷ്യസ് പറഞ്ഞ പേര് ഏതാണ് എന്നുള്ള കൗതുകത്തിന് പുറകിൽ അവർ പോയിട്ടുണ്ട്. ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടെ അദ്ദേഹത്തിന് ഇത് മറുപടി പറഞ്ഞിട്ടേ പോകാവൂ എന്ന രീതിയിൽ നിർബന്ധിക്കുന്നത് ഒരു മാധ്യമപരമായിട്ട് തോന്നുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഏക BJP MP ആണ് സുരേഷ് ഗോപി. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വഴിയിൽ നിന്ന് ചോദിക്കാറില്ല. അങ്ങനെ അതായത് ഞാൻ ഒരു മാധ്യമത്തോടും ഇനി പ്രതികരിക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഇതുവരെ അറിയിച്ചിട്ടില്ല. നാളെ അങ്ങനെ അറിയിച്ചാൽ അദ്ദേഹം ക്ഷണിക്കുമ്പോൾ മാത്രം പ്രതികരണം എടുക്കാം. മാധ്യമങ്ങൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ചിലപ്പം വാർത്തയായി കൊടുക്കേണ്ടതാണോ എന്ന് നാട്ടുകാർക്ക് സംശയം തോന്നുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നു, മാധ്യമങ്ങളിൽ അതിനൊരു തീരുമാനം ഉറപ്പിക്കുന്നു, പക്ഷെ അത് വിധി വന്നിട്ടില്ല. മാധ്യമ വിധിന്റെ ഒരു ആവശ്യമുണ്ട്. ഈ പബ്ലിക് ഒപ്പീനിയന്റെ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഞാൻ. ഒരു കോടതി പ്രൊസീജിയർ കഴിഞ്ഞ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കാൻ ചിലപ്പോൾ 4-5 കൊല്ലം എടുക്കും. നമ്മുടെ നാട്ടിൽ 20-25 കൊല്ലം വരെ എടുക്കും. പക്ഷെ നമുക്കൊരു കാര്യം ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആൺകുട്ടി പ്രതിയാവുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വാർത്തയിൽ കാണിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീ പ്രതിയാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തുകൊണ്ട് അവരുടെ മുഖമോ അവരെ കുറിച്ചോ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല? ജനങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ക്രിമിനലുകളുടെ പേര് പറയാൻ പറഞ്ഞ ആളുകൾ ആദ്യം ജോളി എന്ന് പറയും, അല്ലെങ്കിൽ കഷായം ഗ്രീഷ്മ എന്ന് പറയും. ഇവരുടെയൊക്കെ പേരോ അഡ്രസ്സോ ദൃശ്യമോ കാണിക്കാത്തത് കൊണ്ടാണോ? ഡാസ്കിനായിട്ടുള്ള ആളുകളെ വളരെ ചുരുക്കമാണ് നമുക്ക് ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിൽ ആങ്കർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ അങ്ങനെ സ്കിൻ കളർ എന്നുള്ളത് കഴിവിൽ ഏതെങ്കിലും തരത്തിലൊരു ഘടകമായി. ഓപ്ര വിൻഫ്രൈ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തക അവർ വൈറ്റ് ആയിട്ടല്ലല്ലോ. മാധ്യമപ്രവർത്തക മാപ്ര എന്ന് പറഞ്ഞിട്ടൊരു പേരും കൂടിയുണ്ട്. മാപ്ര എന്നുള്ളത് ഇപ്പോ മാധ്യമപ്രവർത്തകരെ എല്ലാവരും ചുരുക്കി വിളിക്കുന്ന പേരായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു അധിക്ഷേപ പദമായിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ ഞാൻ ഈ ഗ്രോക്കിനോട്, ട്വിറ്ററിന്റെ പുതിയ ഏരിയയോട് ചോദിച്ചു, മാധ്യമപ്രവർത്തകരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണമായ പദമാണ് എന്നാണ് പറഞ്ഞത്. സൈന സൗത്ത് പ്ലസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെൽക്കം ടു ട്രെൻഡ് ലിസ്റ്റ്. അഭിലാഷ് മോഹനാണ് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. ഈ ന്യൂസ് ലൈവിന്റെ ആ ഒരു മൂഡുണ്ടല്ലോ, ഭയങ്കര തിരക്ക് പിടിച്ച മൂഡ് എന്നൊക്കെ മാറി ഒരു ഫാനൊക്കെ കറങ്ങുന്ന ഒരു പഴയ ഒരു മുറിയിലാണ് നമ്മൾ ഇരിക്കണത്. ഈ ഒരു ഫീൽ എങ്ങനെ എൻജോയ് ചെയ്യാം? വളരെ കാമാണ്, വളരെ സമാധാനം നിറഞ്ഞ അന്തരീക്ഷമാണ്. സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂസ് റൂം എന്ന് പറയുന്നത് എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു ഇടമാണ്. നമുക്ക് അവിടെ ഈവൻ ഒച്ച പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വാർത്ത ഓരോ സമയത്തും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണല്ലോ. ഇത് വളരെ കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഞാൻ ഇപ്പോൾ ബ്ലഷ് കാണുന്ന സമയത്ത് എപ്പോഴും ആദ്യം നോക്കുന്നത് ഈ ഒരു കറുത്ത മുടിയുടെ ഇടയ്ക്കുള്ള ഒരു നരച്ച ഒരു ചെറിയൊരു ഭാഗമാണ്. ഇതൊരു എപ്പോഴും നാച്ചുറലി സംഭവിച്ചതാണോ, ഇതൊരു എപ്പോഴും കൂടെ കൂട്ടുന്ന ഒരു കാര്യമാണോ? അത് നാച്ചുറലി സംഭവിച്ചതാണ്. അപ്പൊ എന്താണെന്നറിയില്ല. അല്ല, ബാക്കി ഭാഗത്ത് നരയുണ്ട്, പക്ഷെ വളരെ വിസിബിൾ ആയിട്ട് ആ ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ. അത് ആദ്യകാലത്തൊക്കെ ഞാൻ ഈ നമ്മുടെ ടെമ്പററി ഡൈ ഇല്ലേ, അത് യൂസ് ചെയ്യായിരുന്നു ന്യൂസിൽ കയറുന്നതിന് മുമ്പ്. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അതൊരു ആളുകൾ തിരിച്ചറിയുന്ന ഒരു ഘടകമായി അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ അത് വളരെ കൃത്യമായി പരിപാലിക്കുന്ന അങ്ങനെയൊന്നും അല്ല. അവിടെ ഉണ്ട്. ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. പിന്നെ പല ആളുകളും ഇത് ചോദിക്കും, ഇത് ശരിക്കുള്ളതാണോ, അത് നിങ്ങൾ അങ്ങനെ ആക്കിയതാണോ? പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കൗതുകമുള്ള കാര്യം, ഇപ്പൊ ഒരുപാട് വാർത്തകൾ ചർച്ച ചെയ്യുന്ന ഒരാളാണ് ഡെയിലി. അപ്പൊ എങ്ങനെയാണ് ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കണേ? ചിലപ്പോൾ 2 മണിക്കൂർ മുമ്പ് നടന്ന ഒരു സംഭവമായിരിക്കും, പെട്ടെന്നായിരിക്കും ലൈവിൽ കയറുക. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വിഷയം കിട്ടുക? അത് റിസർച്ചിങ് എങ്ങനെയാ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ സഹായിക്കാനുണ്ടാവോ, അത് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് ഇതൊക്കെ? ചിലപ്പോൾ 2 മണിക്കൂറും കിട്ടില്ല കേട്ടോ, അതിനേക്കാൾ കുറച്ച് സമയം കിട്ടുള്ളൂ. നമ്മള് വേറെ ആരും ഇല്ല, നമ്മൾ തന്നെയാണ് ചെയ്യാറ്. അത് ഞാനെന്നല്ല, ഏത് ആങ്കറും അങ്ങനെ തന്നെയാണ് സാധാരണ നിലയിൽ ചെയ്യാറ്. അപ്പോൾ ഏത് സംഭവത്തെ കുറിച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലാതെ 1 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ സംഭവിക്കുന്ന കാര്യത്തിന് അതിനൊരു തുടർച്ച ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഒരു പാസ്റ്റും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക. അതിന് നമ്മൾ നിരന്തരമായി അപ് ടു ഡേറ്റ് ആവേണ്ടി വരും. വാർത്ത കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും, അതുപോലെ തന്നെ വായിക്കേണ്ടി വരും. അങ്ങനെ ആ തരത്തിലാണ്. ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അതായത് മലയാള സിനിമയിലെ ഒരു നായിക ഒരു വർക്കിംഗ് സ്പേസിൽ അവർക്ക് അനുഭവിച്ചൊരു ദുരനുഭവം. അവരത് അവരുടെ സംഘടനയെ അറിയിക്കുന്നു. വളരെ രഹസ്യമായിട്ടാണ് അവർ അറിയിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാധ്യമങ്ങളിൽ അത് വാർത്തയാകുന്നു. ഈ വാർത്ത കണ്ട് ആ നടി പറഞ്ഞത് എനിക്ക് ഇന്ന് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല എന്നൊരു കാരണം ഒരു കൺസേൺ ഇല്ലാതെ പോലെയാണ് ഈ വാർത്തകൾ സ്പ്രെഡ് ആവുന്നത്. ശരിക്കും ഇത് മാധ്യമങ്ങളുടെ പ്രശ്നമാണോ, അതോ ഈ പറയുന്ന സംഘടനയുടെ പ്രശ്നമാണോ? ഇത് പ്യൂർലി ഫിലിം ചേംബർ എന്ന സംഘടനയുടെ പ്രശ്നമാണ്. ഈ നടി മാധ്യമങ്ങൾക്കല്ല പരാതി നൽകിയത്, മാധ്യമങ്ങളോടല്ല ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞത്.
അപ്പോൾ യഥാർത്ഥത്തിൽ ആ സംഘടന ഒരു ഫിലിമിലെ ഒരു പ്രധാനപ്പെട്ട ബോഡിയല്ലേ ഫിലിം ചേംബർ എന്നുള്ളത്. അത് അവർ ആ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. അപ്പൊ മാധ്യമങ്ങളെ സംബന്ധിച്ച് വിൻസി അലോഷ്യസ് പറഞ്ഞ പേര് ഏതാണ് എന്നുള്ള കൗതുകത്തിന് പുറകിൽ അവർ പോയിട്ടുണ്ട്. ആ ചലച്ചിത്ര താരത്തെ സംബന്ധിച്ച് അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അവർക്കുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവത്തിൽ പ്രോപ്പറായ നടപടി ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഫിലിമിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ കാര്യം. അത് അവർ ചെയ്തു. അതല്ലാതെ ഇതൊരു പൊതു ചർച്ചയാക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പൊതു ചർച്ചയായത് വളരെ അപക്വമായ നിലയിൽ ഈ പരാതി ഫിലിം ചേംബർ എന്ന് പറയുന്ന സംഘടന കൈകാര്യം ചെയ്തതുകൊണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വാർത്തകൾ അറിയുകയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് അറിയുകയാണ്. അപ്പൊ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാവില്ല, അത് സീക്രട്ട് രഹസ്യമായിട്ട് സംഘടന അറിഞ്ഞൊരു വിഷയമാണ്, നമുക്കിത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാറില്ലേ ആ സമയത്ത്? എങ്ങനെയായിരിക്കും? മാധ്യമങ്ങൾ പരസ്പരം മത്സരിക്കുകയാണല്ലോ. അപ്പൊ ആര് ആദ്യം വാർത്ത കിട്ടിയാലും കൊടുക്കും എന്നുള്ളതാണ്. ആ മാധ്യമ സ്ഥാപനത്തിനകത്ത് ചർച്ച നടത്തുമെന്നല്ലാതെ മാധ്യമങ്ങൾ പരസ്പരം ഇത് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലയോ എന്നുള്ള ചർച്ചയൊന്നും സാധാരണ നിലയിൽ നടത്താറില്ല. പിന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ നിയമ തടസ്സമില്ല ഈ വാർത്ത കൊടുക്കാൻ. നോക്കൂ, നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും പ്രമാദമായ സംഭവം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം. നമ്മളതിനെ നടിയെ ആക്രമിച്ച സംഭവം എന്ന നിലയിലാണ് പറയുക. അതല്ലാതെ വ്യക്തി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ പറയില്ലല്ലോ. പക്ഷേ നോക്കൂ, ഞാൻ ആ ദിവസം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആദ്യത്തെ മണിക്കൂറുകളിൽ പേര് പറഞ്ഞായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ആ സമയത്ത് അതൊരു ലൈംഗിക അതിക്രമം എന്ന നിലയിലല്ല ആ വാർത്ത വന്നത്. ഒരു തട്ടിക്കൊണ്ടുപോയി എന്നുള്ള അർത്ഥത്തിൽ മാത്രം. തട്ടിക്കൊണ്ടുപോയി എന്ന അർത്ഥത്തിൽ മാത്രമാണെങ്കിൽ നമുക്ക് പേര് പറയാം. പക്ഷെ അത് അതിനപ്പുറത്ത് ലൈംഗികാതിക്രമമാകുമ്പോൾ നിയമം അത് ഇരകളെ തിരിച്ചറിയുന്ന വിധത്തിൽ വാർത്ത കൊടുക്കരുതെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അത് നടി എന്നുള്ള നിലയിൽ വന്നത്. ഇവിടെ ഇപ്പോൾ ആ തരത്തിൽ വിലക്കുകളുള്ള, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം എന്ന നിലയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തിൽ തീർച്ചയായിട്ടും അധിക്ഷേപമുണ്ട്. പക്ഷെ അത് ഈ പേര് പറയുന്നതിനെ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഏതെങ്കിലും തരത്തിൽ മൂടി വെക്കേണ്ട തരത്തിലുള്ള നിയമപ്രശ്നത്തിലേക്ക്, എന്ന് വെച്ചാൽ പോലീസ് അങ്ങനെ ചാർജ് ചെയ്താൽ പിന്നെ നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അത് വാർത്ത എന്നുള്ള രൂപത്തിൽ വന്നത്. ഇപ്പൊ ഈ ചാനൽ തമ്മിലുള്ള ഒരു മത്സരങ്ങളെ കുറിച്ച് പറയണം. പല ചാനലുകളും ഇപ്പൊ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആര് ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നു, ആദ്യം ലോകത്തെ അറിയിക്കുന്നു എന്നായിരിക്കും. അതിലൊരു മാധ്യമധർമ്മമുണ്ട്. ഇപ്പൊ ഞാനൊരു ജേർണലിസ്റ്റ് വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞങ്ങൾ ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഒരു മാധ്യമധർമ്മം എന്നൊരു സംഭവമുണ്ട്. ഇന്ന് ഈ മാധ്യമ പ്രവർത്തകരിൽ അല്ലെങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങളിലെ ചാനലുകളിൽ ഈ മാധ്യമധർമ്മം നമുക്ക് കാണാൻ പറ്റുമോ? ഈ മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ബ്രോഡായിട്ടുള്ള ചോദ്യമാണ്. അതിന് കൃത്യമായിട്ട് ഇന്നത് എന്ന് പറഞ്ഞിട്ട് എവിടെയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചാനലുകളെ സംബന്ധിച്ചാണെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ അവർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. പിന്നെ രാജ്യത്ത് പൊതുവെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ഇവയ്ക്കകത്ത് നിന്ന് നമുക്ക് വാർത്തകൾ കൈകാര്യം ചെയ്യാം. പക്ഷേ മാധ്യമധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഭരണഘടനയൊക്കെ വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം വിഭാവനം ചെയ്യുന്ന കുറേ മൂല്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മതനിരപേക്ഷത, രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് കോട്ട സംഭവിക്കുന്നത് അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിങ്ങോ അതല്ലെങ്കിൽ ചർച്ചകളോ പാടില്ല. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെയോ ഏതെങ്കിലും വിഭാഗങ്ങളെയോ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യരെയോ അവരുടെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള യാതൊരു കാര്യവും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിഷ്കർഷിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അവയൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മാധ്യമങ്ങൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ചിലപ്പം വാർത്തയായി കൊടുക്കേണ്ടതാണോ എന്ന് നാട്ടുകാർക്ക് സംശയം തോന്നുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അത് പക്ഷേ നമ്മൾ മാധ്യമധർമ്മവുമായി കൂട്ടിക്കെട്ടണോ എന്ന് എനിക്കറിയില്ല. ഈ മത്സരത്തിനിടയ്ക്ക് ചില ജീർണതകളും കുഴപ്പങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പം എനിക്കത് മലയാളികൾ ഏറ്റവും കൂടുതൽ രാവിലെ വന്ന് പത്രം വായിക്കാം അല്ലെങ്കിൽ ന്യൂസ് കാണാം. എനിക്കതൊരു 90% ആൾക്കാരും ഈ ന്യൂസിൽ പറയുന്ന അല്ലെങ്കിൽ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങളാണ് 100% വിശ്വസിക്കുന്ന ഒരു ജനക്കൂട്ടം നമുക്കിടയിലുണ്ടല്ലോ. അപ്പം പലപ്പോഴും പല വാർത്തകൾ അത് ആദ്യം നമ്മൾ വിശ്വസിക്കും, പിന്നീട് അതൊരു ഈ പറഞ്ഞ റിപ്പോർട്ടേഴ്സ് തന്നെ അത് ഉണ്ടാക്കിയ വാർത്തയാണെന്ന് പിന്നീട് നമ്മൾ അറിയുന്നു. അത്തരത്തില് ചാനലിൽ നിന്ന് അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ ചുറ്റും വാർത്തകൾ ഉണ്ടാക്കാറുണ്ടോ? എങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെ വളരെ ആസൂത്രിതമായി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുക അങ്ങനെയില്ല. പക്ഷെ ഇപ്പോൾ മാധ്യമങ്ങൾ ആദ്യം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാം. കാരണം ഇപ്പോൾ ടെലിവിഷൻ്റെ റിപ്പോർട്ടിംഗ് രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നത് നാളെയല്ല, ഇപ്പോൾ തന്നെയാണ്. ഫസ്റ്റ് ഇൻഫർമേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന വിവരങ്ങൾക്ക് ചിലപ്പോൾ അതായിരിക്കില്ല അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ ഉള്ള വസ്തുത. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന പിശകുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാൽ അത് തിരുത്തി പറയുക എന്നുള്ളതാണ്, പിന്നീട് അത് തിരുത്തി പറയുക എന്നുള്ളതാണ് സാമാന്യമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. വാർത്തകൾ നമ്മൾ അപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റ് പറ്റാം, ഉദ്ദേശിക്കാത്തത് വരാം, യഥാർത്ഥത്തിൽ നടന്നതിൻ്റെ ഒരു വശം മാത്രം വരാം. ഒരു വിഷയത്തിൽ ചിലപ്പോൾ 2 or 3 തലങ്ങളും വശങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു തലം മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മളിതിപ്പോൾ അനുനിമിഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിനിടയിൽ അങ്ങനെ സംഭവിക്കാം, അതൊരു വസ്തുതയാണ്. നമ്മൾ അങ്ങനെ മനഃപൂർവ്വമായി ആരെയും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക, വളരെ മനഃപൂർവ്വമായി ഒരു വ്യാജമായ ഒരു കാര്യം പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായ സംഗതി.
ഇപ്പം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നു. ആ സിനിമ റിലീസായതിനു ശേഷം ആ സിനിമയിലെ രാഷ്ട്രീയ വശങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നടൻ ജഗദീഷ് ഒരു മനോരമ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഡെയിലി മാധ്യമങ്ങളിൽ ഉണ്ടാവുന്ന വൈകുന്നേര ചർച്ചകളിൽ പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവാറുണ്ട്. അതൊരു രാഷ്ട്രീയ കലാപത്തിലേക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഈ ഡെയിലി നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഈ കലാപത്തിന് വഴിയൊരുക്കുന്നില്ലേ? കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ ടെലിവിഷനിൽ ചർച്ച നടന്നതുകൊണ്ട് ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതേസമയം യാതൊരു വസ്തുതയും ഇല്ലാതെ ഈ വാട്സാപ്പ് അതല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇൻസൈറ്റ് ചെയ്തിട്ട് കലാപം ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ടെലിവിഷനിൽ ചർച്ച നടന്നതുകൊണ്ട് ഇതുവരെ കലാപം ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഒട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ കേരളത്തിന് പുറത്തുള്ള മീഡിയ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഹിന്ദി മീഡിയ പരിശോധിച്ചാൽ കമ്മ്യൂണൽ ആയി കാണുന്ന അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇൻസൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദി ന്യൂസ് ചാനലുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരു പരിധിവരെ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ കലാപം ഉണ്ടാക്കുന്ന വിധത്തിൽ മുഖ്യധാര മാധ്യമങ്ങളാരും അങ്ങനെ കൈകാര്യം ചെയ്യുന്നതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. പിന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോ വിഷയം, നമ്മുടെ ഇതിനൊരു രീതി, ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ, നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ രാവിലെ പരസ്പരം സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്. വൈകുന്നേരം ഇപ്പോൾ നമ്മൾ മുടി വെട്ടാൻ ഒരു ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ സംസാരിക്കുന്നത് എന്താ? രാഷ്ട്രീയമാണ്. 4 ആൾ കൂടുന്നിടത്ത് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെലിവിഷൻ ചർച്ചകൾ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്ഫിയർ ഡിസ്കോഴ്സാണ്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയവും നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ഉണ്ടാവും. അങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കാനും കാണാനും ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടാണല്ലോ ആ ചർച്ച സംഭവിക്കുന്നത്. അതല്ലാതെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഈ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് ഞാൻ പറയുന്നു, ഹിന്ദി ഇംഗ്ലീഷ് മീഡിയ വളരെ വളരെ ബയാസ്ഡ് ആയിട്ട്, കമ്മ്യൂണലി ഇൻസൈറ്റിംഗ് ആയിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ ജഗദീഷിന്റെ ആ ആർഗ്യുമെന്റിനെ പൂർണ്ണമായും തള്ളുന്നില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെ മീഡിയയിൽ ചർച്ച നടന്നതുകൊണ്ട് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വിഷയം നടക്കാണ്, ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നു. നമ്മളിപ്പം കോടതിയിൽ ഒരു പ്രതിയാണെന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പ്രതിയാവുക. പക്ഷെ നമ്മുടെ മീഡിയ തന്നെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു കുട്ടിയെ കാണാതാവുന്നു, ആ കുട്ടിയെ കാണാതാവുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നു, മാധ്യമങ്ങളിൽ അതിനൊരു തീരുമാനം ഉറപ്പിക്കുന്നു. പക്ഷെ അത് വിധി വന്നിട്ടില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങളാണ് ഇതിനൊക്കെ ഒരു തീരുമാനം കൊണ്ടുവരുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? കാരണം അത് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആവും. നമ്മുടെ ഇത് കോടതിയാണല്ലോ അവസാനം ഒരു തീരുമാനം എടുക്കുന്ന ഒരു മാധ്യമ വിധിന്റെ ഒരു ആവശ്യമുണ്ടോ? ഇല്ല, ഇത് പണ്ട് മുതലേ ഉള്ളൊരു ചർച്ചയാണ്. മാധ്യമങ്ങൾ വിധികർത്താക്കളാകുന്നുണ്ടോ എന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പൊ പണ്ട് BBC-യുടെ ടിം സെബാസ്റ്റ്യനോട് ഇതേപോലെ നിങ്ങൾ കോടതിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കോടതിയല്ല, ഞാൻ ജഡ്ജിയല്ല, ഞാൻ പ്രോസിക്യൂട്ടറാണ്. പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഈ പബ്ലിക് ഒപ്പീനിയന്റെ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. എന്ന് പറഞ്ഞതുപോലെ ഈ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കും, അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ മാധ്യമങ്ങൾ അതിന്റെ പുറകെ പോകും. ഇപ്പൊ മത്സരങ്ങൾ കൂടിയതോടുകൂടി കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട് ഈ പറയുന്ന ഓട്ടമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും വരും. പക്ഷെ നമുക്കറിയാം, ഇപ്പൊ ഒരു കോടതിയിൽ ഒരു വിഷയം, പിന്നെ അതിന്റെ അന്തിമ വിധി പറയുന്നത് എല്ലാ വശങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കിയതായിരിക്കും. പക്ഷെ ദൈനംദിനം ടെലിവിഷനിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ അങ്ങനെ അത്രയും ആഴത്തിലുള്ള പരിശോധന നടന്നിട്ടാവില്ല. അതാത് സമയങ്ങളിൽ വരുന്ന വാർത്തകളോ അല്ലെങ്കിൽ അതാത് സമയങ്ങളിൽ കിട്ടുന്ന ഒരാളുടെ മൊഴിയോ ഒക്കെ വെച്ചിട്ടായിരിക്കും. അതിലൊരു സ്വാഭാവികമായിട്ട് അതിലൊരു സമഗ്രത ഉണ്ടാവില്ല. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് പറയാൻ കഴിയുന്നത് സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ മരണത്തെ തുടർന്ന് ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ കോലാഹലങ്ങൾ ഉണ്ടായി. റിയ ചക്രവർത്തി ഒരു കുറ്റവാളിയാണ്, കുറ്റം ചെയ്തു എന്നുള്ള മട്ടിലാണ് പറഞ്ഞ പോലെ വിധി തന്നെ പുറപ്പെടുവിച്ചത്. പക്ഷേ നമുക്കറിയാം കോടതി എങ്ങനെയാണ് വിഷയം കണ്ടത്, കോടതിയിൽ വന്ന ആത്യന്തികമായത് എന്തായി മാറിയെന്ന് നമുക്കറിയാം. അപ്പോൾ പലപ്പോഴും നിരപരാധികളായ അല്ലെങ്കിൽ വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ ചിലപ്പോൾ വലിയ വില്ലന്മാരായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടാം. അത് വലിയ ഡാമേജ് അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വസ്തുതയാണ് കേട്ടോ, ഞാനതിനെ ഡിനൈ ചെയ്യുന്നില്ല പൂർണ്ണമായിട്ടും. പക്ഷേ അതേസമയം മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിർവാഹവുമില്ല. ഇപ്പോൾ ഒരു കോടതി പ്രൊസീജിയർ കഴിഞ്ഞ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കാൻ ചിലപ്പോൾ 4-5 കൊല്ലം എടുക്കും. നമ്മുടെ നാട്ടിൽ 20-25 കൊല്ലം വരെ എടുക്കും. പക്ഷെ നമുക്കൊരു കാര്യം ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വളരെ പോപ്പുലർ ആയിട്ടുള്ള കേസുകൾ ഫോളോ അപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇതിന് പുറകെ പോകാതിരിക്കാൻ പറ്റും. അങ്ങനെ ഇതിനെ നമ്മളൊരു കുറച്ച് സമതുലിതമായി കാണണം. ഈ മാധ്യമ വിചാരണ കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ മാധ്യമങ്ങൾക്ക് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാതിരിക്കാനോട്ട് പറ്റുകയില്ല. പണ്ട് നടന്നൊരു പ്രധാനപ്പെട്ട നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നിട്ടും അല്ലെങ്കിൽ വിധി കൃത്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ മറ്റൊരു പ്രമുഖ ഒരു ചാനൽ ആ വിഷയം കൈകാര്യം ചെയ്യുകയും അതൊരു റിപ്പോർട്ടിംഗ് രൂപത്തിൽ വരികയും ആ റിപ്പോർട്ട് കണ്ട ആളുകൾ പറഞ്ഞത് ഇതൊരു കെട്ടിച്ചമിച്ചൊരു വാർത്തയാണ് എന്ന തരത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കെട്ടിച്ചമിച്ച് TRPക്ക് വേണ്ടി വാർത്തകൾ ചെയ്യേണ്ട വരുന്നുണ്ടോ മാധ്യമങ്ങൾക്ക്? അങ്ങനെ മാധ്യമങ്ങൾ ചെയ്യാറുണ്ടോ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ഈ കേരളം പോലത്തെ സൊസൈറ്റിയിൽ നമുക്ക് അങ്ങനെ പൂർണ്ണമായും കെട്ടിച്ചമച്ചൊരു വാർത്തയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകും. കെട്ടിച്ചമച്ച വാർത്ത എന്നൊന്നും ഈ ആധുനിക കാലത്ത് നിലനിൽക്കില്ല. കാരണം ഇത്രയും അധികം അവന്യൂസ് ഉണ്ട്. നമുക്കൊരു
ഒരു കാര്യം ഫോൾസ് ആയിട്ട് പറഞ്ഞാൽ അതിന്റെ കൗണ്ടർ ആയിട്ടുള്ള കാര്യം സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരും. ഏതെങ്കിലും ഒരു മാധ്യമം എന്തെങ്കിലും ആസൂത്രിതമായി കെട്ടിച്ചമച്ചാലൊന്നും അത് അതുപോലെ വരില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അങ്ങനെ കെട്ടിച്ചമയ്ക്കുന്ന ഒരു പതിവ് സാധാരണ നിലയിലില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിലുള്ള അഫിലിയേഷനുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവരുടെ പോയിന്റിന് വേണ്ടി ചിലപ്പോൾ കുറച്ച് എക്സാജറേഷനൊക്കെ വരുത്തിയേക്കാം എന്നുള്ളതിനപ്പുറത്തൊരു ഒരു സെനാരിയോ പൂർണ്ണമായിട്ടും കെട്ടിച്ചമച്ച് വാർത്ത ഉണ്ടാക്കുക എന്നൊക്കെയുള്ളത് സാധാരണ നിലയിൽ നടക്കുന്നതല്ല, പക്ഷെ അസാധാരണമായി സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന വാർത്തയിൽ എത്ര ശതമാനം വിശ്വസിക്കാം, എത്ര ശതമാനം വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? ഞാൻ പറയുന്നത് ഈ വാർത്തയുടെ ഉപഭോക്താക്കൾ ഓരോ വാർത്തയും വിശകലനം ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു പ്രതിവിധി. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഒന്നും വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഒരു മാധ്യമപ്രവർത്തകൻ വാർത്ത ചെയ്യുന്നത് അയാളുടെ 100% ബോധ്യത്തിലാണ്, അയാൾക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ കിട്ടുന്ന വിവരങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോവാം, ചിലപ്പോൾ വളരെ ആസൂത്രിതമായ ഒരു സോഴ്സ് തെറ്റിദ്ധരിപ്പിക്കാം, ചിലപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാർത്താ മാധ്യമപ്രവർത്തകൻ അതിന്റെ മറുവശം കണ്ടില്ല എന്ന് വരാം. ഇങ്ങനെ പല ഹസാർഡ്സ് ഈ കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പൊതുവെ അങ്ങനെ നിങ്ങൾ 100 വാർത്ത കണ്ടാൽ അതിൽ എത്ര വിശ്വസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 വാർത്തയും വിശ്വസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിലാണ് തയ്യാറാക്കപ്പെടുന്നത്. പക്ഷെ അതിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാം, അതിൽ തെറ്റുകൾ സംഭവിക്കാം, അതിൽ ചിലപ്പോൾ ചില വിവരങ്ങൾ വരാതിരിക്കാം, ചിലത് വന്നത് ചിലപ്പോൾ ആ തരത്തിൽ ആയിക്കൊള്ളണം എന്നില്ല. ഇങ്ങനെ ഇത് നമ്മളത് ആ നിലയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ചോദിക്കുകയാണ്, ഇപ്പം ഓരോ മാധ്യമങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. എത്ര ശതമാനം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പം നമ്മുടെ കയ്യിലെത്തുന്ന ഒരു വാർത്ത സത്യമാണ് എന്ന് തോന്നുമ്പോൾ നമ്മളത് വാർത്ത പ്രസന്റ് ചെയ്യുന്നു. പക്ഷെ ആ വാർത്ത പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റായ വാർത്തയാണ് എന്ന് നമ്മൾ അറിയുകയും അതിനുശേഷം വാർത്ത വായിക്കേണ്ട സിറ്റുവേഷൻ വരികയും ചെയ്തിട്ടുണ്ട് ലൈഫിൽ ഈ 15 വർഷത്തെ ഒരിക്കലുമില്ല. അതിന് ബോധ്യമില്ലാത്ത, അതായത് നമ്മൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടൊരു വാർത്ത വായിച്ച ഒരു സന്ദർഭമില്ല. ചില വാർത്തകൾ തെറ്റിപ്പോവാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരവരുടെ പാർട്ടികൾക്ക് അവരവരുടേതായ മാധ്യമങ്ങൾ തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. പണ്ട് മുതലേ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് മൗത്ത് പീസുകളുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വന്നപ്പോൾ അവർക്ക് മൗത്ത് പീസുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെയല്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ മൗത്ത് പീസുകൾ ഉണ്ടാവാം, എല്ലായിടത്തും ഉണ്ട്, അതുപോലെ ഇവിടെയും ഉണ്ട്. അത് അവരെ അതാത് പാർട്ടി പ്രവർത്തകരെ അഡ്രസ്സ് ചെയ്യുന്ന സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ പോയിന്റ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു മുഖ്യ ദൗത്യം. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഫിലിയേഷൻ ഉള്ളതല്ലല്ലോ. ഇപ്പം ഒരു പ്രമുഖ ഒരു നേതാവ്, ഒരു MP, അദ്ദേഹത്തെ മാധ്യമങ്ങൾ എവിടെ കണ്ടാലും ഈ പറഞ്ഞ ക്യാമറയും മൈക്കുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോകും. അദ്ദേഹം മറുപടി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ കൂടെ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. അത്തരത്തിലുള്ള ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടെ അദ്ദേഹത്തെ ഇത് മറുപടി പറഞ്ഞിട്ടേ പോകാവൂ എന്ന രീതിയിൽ നിർബന്ധിക്കുന്നത് ഒരു മാധ്യമപരമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നിർബന്ധിക്കുന്നതിന്റെ വിഷയമില്ല. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ, അതായത് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ എടുത്തൊരു നിലപാട്, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറയും, വാർത്താ സമ്മേളനം ഉള്ളപ്പോൾ അറിയിക്കാം, അതല്ലാതെ ഞാൻ വരുന്ന ഇടത്ത് നിങ്ങൾ എൻ്റെ പ്രതികരണത്തിനായി നിൽക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വഴിയിൽ നിന്ന് ചോദിക്കാറില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു MP എന്ന് ഉദ്ദേശിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ആണ് എങ്കിൽ അദ്ദേഹത്തിനും അങ്ങനെ ഒരു നിലപാട് പറയാം. ഞാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നിങ്ങളെ അറിയിച്ച് ഞാൻ മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ മാത്രമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിലപാടെടുക്കാം. പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. അദ്ദേഹം ചിലപ്പോൾ പ്രതികരിക്കാറുണ്ട്, ചിലപ്പോൾ പ്രതികരിക്കാറില്ല, ചിലപ്പോൾ പറയുന്നത് പോലെ എന്താ പറയാ ദേഷ്യപ്പെട്ടു പോകും. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിന്നുള്ള ഏക BJP MP ആണ് സുരേഷ് ഗോപി. കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരിൽ ഒരാളുമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട, കേന്ദ്രത്തിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതികരണങ്ങൾ തേടാനുണ്ട്. അതിന് 2-3 ആളില്ല, ഒറ്റ ആളേ ഉള്ളൂ, ഈ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. അപ്പോൾ സുരേഷ് ഗോപി വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തോട് ഓരോ വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അദ്ദേഹം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക BJP MP ആണ്. അപ്പോൾ BJP-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണല്ലോ അറിയേണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അതല്ലാതെ അദ്ദേഹം അങ്ങനെ, അതായത് ഞാൻ ഒരു മാധ്യമത്തോടും ഇനി പ്രതികരിക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഇതുവരെ അറിയിച്ചിട്ടില്ല. നാളെ അങ്ങനെ അറിയിച്ചാൽ അദ്ദേഹം ക്ഷണിക്കുമ്പോൾ മാത്രം പ്രതികരണം എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. കാരണം അദ്ദേഹം ഒരു MP ആണ്, അദ്ദേഹം മറുപടി പറയണം ചോദ്യങ്ങൾക്ക്. പക്ഷെ മറ്റ് നേതാക്കളോട് ആരോടും ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ ചോദിച്ച് റിപ്പീറ്റിൽ പോവാറില്ല. അതുകൊണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതെന്താ പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ BJP-യുടെ ഭാഗം പറയേണ്ട, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തി അദ്ദേഹമാണല്ലോ കേരളത്തെ സംബന്ധിച്ച് മലയാളത്തിൽ പറയേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് കുറേ വിഷയങ്ങൾ, ഇപ്പോൾ മുനമ്പം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നേരെ നടന്ന ആക്രമണം, കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി, ഇങ്ങനെ കുറേ വിഷയങ്ങൾ, അതായത് നാഷണൽ വിഷയങ്ങൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം കൂടെ വരുമ്പോൾ ആ പോയിന്റ് അല്ലെങ്കിൽ ആ വശം അറിയാനാണ് അദ്ദേഹത്തോട് ചോദിക്കുക. കേന്ദ്ര സർക്കാരിന്റെ വേർഷനാണ് അദ്ദേഹം പറയേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അറിയേണ്ടത്.
അതാണ് അതിന്റെ സംഭവം. ഇപ്പം ഒരു ഇൻസിഡന്റ് സംഭവിക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഒരു ഇൻസിഡന്റിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മാധ്യമങ്ങളുടെ അടുത്തേക്കാണ് പോവുക. ഏതെങ്കിലും ഒരു ചാനലിൽ പോകുന്നു, അവരുടെ വിഷമം പറയണം, അത് വാർത്തയായിട്ട് വരുന്നു. ജനങ്ങൾ പോലീസിൽ പോലും വിശ്വസിക്കാതെ മാധ്യമങ്ങളെ വിശ്വസിച്ച് തുടങ്ങി, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ രക്ഷ തേടി തുടങ്ങി നമ്മൾ ആളുകൾ പറഞ്ഞു തുടങ്ങി. അതിലൊരു സത്യാവസ്ഥയുണ്ടോ? അങ്ങനെ ആളുകള് അങ്ങനെ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി പരാതി കൊടുത്താൽ പോലീസ് ഒന്നും ചെയ്യില്ല. പക്ഷെ ഇത് മീഡിയയിൽ വരികയാണെങ്കിൽ ഒരു പ്രഷർ ആയാലും, അപ്പോൾ പോലീസ് ആയാലും മറ്റ് അതോറിറ്റീസ് ആയാലും ആക്ട് ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണ് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ പരാതി പറയുന്നത്. അതിന് വേറൊരു റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഒരു പരാതി ഒരു കൂട്ടം ആളുകൾ പറയാണ്, മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ഒരു വേർഷനേ ഉള്ളൂ. അതിന് മറുവശം എന്ത് എന്നുള്ളത് പലപ്പോഴും ആ സമയത്ത് അറിയുന്നുണ്ടാവില്ല. പിന്നീട് ആ വശം കൂടി വരും. അതില് അങ്ങനെ ഒരു റിസ്ക്കും കൂടി ഉണ്ട് യഥാർത്ഥത്തിൽ. അത്തരം റിസ്ക് എടുക്കാറുണ്ടോ? കാരണം ചിലപ്പം ഈ പറഞ്ഞ ഒന്നും ചിന്തിക്കാതെ ഒരാളുടെ ഭാഗം കേട്ട് വാർത്തകൾ ചെയ്യോ, അതോ ഈ പറഞ്ഞ പോലീസ് ചെയ്യുന്ന പോലെ തന്നെ? അല്ല, ഇപ്പോ ഇങ്ങനെ അതിന്റെ സ്വഭാവം അനുസരിച്ച് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണ് എങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് പറയാം. അപ്പോ അത് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാം. അതേസമയം തന്നെ അതിൽ മറുവശം ഉണ്ടെങ്കിൽ ആ മറുവശത്തിനും പറയാനുള്ള അവകാശം കൊടുക്കണമെന്നുള്ളതാണ് അതിലെ ഒരു നാച്ചുറൽ ജസ്റ്റിസ്. ഇപ്പം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു ആൺകുട്ടി പ്രതിയാവുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ, അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വാർത്തയിൽ കാണിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീ പ്രതിയാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തുകൊണ്ട് അവരുടെ മുഖമോ അവരെ കുറിച്ചോ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല? അതെന്തുകൊണ്ട്? അത് വെറുതെ ഉള്ള ഒരു പെർസെപ്ഷനാണ്. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ക്രിമിനലുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആളുകൾ ആദ്യം കൂടത്തായി ജോളി എന്ന് പറയും, അല്ലെങ്കിൽ കഷായം ഗ്രീഷ്മ എന്ന് പറയും. ഇവരുടെയൊക്കെ പേരോ അഡ്രസ്സോ ദൃശ്യമോ കാണിക്കാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. അപ്പോൾ സ്ത്രീകൾ പ്രതികളായ വിഷയങ്ങളിൽ സ്ത്രീകളുടെ പേര് വരാതിരിക്കുന്നില്ല, സ്ത്രീകളുടെ ചിത്രം വരാതിരിക്കുന്നില്ല, സ്ത്രീകളുടെ ഡീറ്റെയിൽസ് വരാതിരിക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയമില്ല. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൊക്കെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അത് കുറെ കൂടി താല്പര്യത്തോടുകൂടി, പുരുഷന്മാരെക്കാൾ കൂടുതൽ താല്പര്യത്തോടുകൂടി സ്ത്രീകളായതുകൊണ്ട് അവർ ആ നിലയ്ക്ക് കുറച്ചുകൂടി എന്താ പറയുക ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ അതിൽ ജാഗരൂകരാകപ്പെടുന്നുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തല്ലാതെ സ്ത്രീകളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളോ മറച്ചു വെക്കുന്നൊന്നുമില്ല. പക്ഷേ ലൈംഗിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയി രാജ്യത്ത് നിയമമുണ്ട്. IPC 228A പഴയ IPC. ഇപ്പോൾ അത് DNS ആണ്. IPCയിലെ പഴയ സെക്ഷൻ അനുസരിച്ച് നമ്മൾ ഒരു ലൈംഗിക പീഡനം നടന്നാൽ അതിലെ ഇരയെ ഐഡന്റിഫൈ ചെയ്യുന്ന വിധത്തിൽ പേരോ പടമോ കൊടുക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. DNS അനുസരിച്ചും അതെ. അപ്പോൾ നോക്കൂ, അവിടെ കൂടുതലും സ്ത്രീകളാണല്ലോ ഇക്കാര്യത്തില് ഇരകളായും അങ്ങനെയൊക്കെ വരിക. അപ്പൊ അവിടെ പേര് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിയമം അനുസരിച്ച് ചെയ്യുന്നതാണ്. അതല്ലാതെ പ്രത്യേകമായി മാധ്യമങ്ങൾ സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളുടെ പേര് കൊടുക്കാതിരിക്കുന്നതല്ല. അല്ല, ഇപ്പൊ നമ്മള് രാവിലെ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ നോക്കല്, വാർത്താ ചാനൽ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവാണ്. ഇത് ഇത്തരത്തിൽ വാർത്തകൾ പോകുന്നത്. ഇപ്പം ഡെയിലി ന്യൂസ് കാണുക, ഈ വിഷയം സംസാരിക്കുന്ന അതിൽ മുഴുവൻ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെ ഈ വാർത്തകൾ കാണുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഒരു ഫീൽ എങ്ങനെയാണ്? സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ ഷോക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, അതായത് വേറൊരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, ഒരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവിടെ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം നടന്നു. ഒരു ചെറുപ്പക്കാരൻ 6 പേരെ കൊന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്നു. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു നടുക്കം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഷോക്ക് ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. പിന്നെ ഇപ്പോൾ ഏത് വാർത്തയാണെങ്കിലും ചിലപ്പോൾ വളരെ ഈ അടുത്ത് പാലക്കാട് വാഹനാപകടം ഉണ്ടായപ്പോൾ സ്കൂൾ കുട്ടികളാണ് മരിച്ചത്. നമുക്ക് ആ വാർത്ത കൈകാര്യം ചെയ്യേണ്ടി, കുട്ടികൾ മരിച്ച വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതുപോലെ ഭീഷണമായ കൊലപാതകങ്ങളുടെ വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കുണ്ടാവുന്നത്, നമുക്ക് എല്ലാ മനുഷ്യരെ പോലെയുള്ള സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന വാർത്തകൾ, ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് ജയിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു വലിയ സ്പോർട്സ് ഇവന്റിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുകയാണ്. നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ഇതിന് മുന്നത്തെ ഒളിമ്പിക്സിൽ കിട്ടിയ ഒരു സന്ദർഭം ഞാൻ ഓർക്കണം. അപ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന എല്ലാ ഇമോഷൻസും വാർത്താ അവതാരകർക്കും അല്ലെങ്കിൽ വാർത്ത കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാവും. ഇനി എത്ര അളവിൽ പ്രകടിപ്പിക്കാം എന്നൊക്കെയുള്ളത് വേറെ വിഷയമാണെങ്കിൽ പോലും അതെല്ലാം ഉണ്ടാവും. എപ്പോഴെങ്കിലും ഇമോഷണൽ ആയി പോയ ഒരു ലൈവ് ഉണ്ടോ? എപ്പോഴെങ്കിലും ഇമോഷണൽ ആയി പോയ ലൈവ് അങ്ങനെ എൻ്റെ ഒരു ഓർമ്മയിലില്ല. പക്ഷെ ഇപ്പോൾ വിയോഗങ്ങൾ ഒക്കെ നമ്മൾ, പ്രത്യേകിച്ച് വിയോഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ മരണപ്പെട്ടവർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നേതാക്കളെ, ഉമ്മൻചാണ്ടിയുടെ ഒക്കെ വിലാപയാത്രയുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇമോഷണൽ എന്ന് അങ്ങനെ ആളുകൾക്ക് മനസ്സിലാവുന്നത് പോലെ അല്ല എങ്കിൽ പോലും ആ ഒരു ഫീൽ സ്വാഭാവികമായിട്ട് നമുക്ക് വരും.
ഇപ്പം പണ്ടൊരു നോർത്ത് ഇന്ത്യയിൽ കാണുന്ന വാർത്തകൾ കാണുന്ന സമയത്ത് നമ്മൾ പറയും നമ്മുടെ കേരളം എത്രയോ ബെറ്റർ ആണ്, കേരളത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നാണ്. ഇന്ന് പതുക്കെ കേരളത്തിലെ വാർത്തകൾ കാണുമ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്. മറ്റ് പ്രവാസികളായ ജനങ്ങൾ പറയുന്നത് ഞാൻ കേരളത്തിൽ വരുന്നില്ല എന്നാണ്. കേരളത്തിന്റെ പോക്ക് കണ്ടിട്ട് ആകുലതയുണ്ടോ? നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ സന്ദർശിച്ചാലും ഇതിപ്പോ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വലിയ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ക്രൈം അവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയാൽ അറിയാം, ചില ഏരിയയിലൊക്കെ ഇന്ന സമയത്ത് പോരുത് എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ക്രൈം, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്, സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ, അത് ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ്. ക്രിമിനൽസും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് വളരെ കൂടുതൽ, ഒരു സ്ഥലത്ത് വളരെ കുറവ്, അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. പിന്നെ കേരളം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഇവിടെ നടക്കുന്ന ചെറിയ ക്രൈമുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ അത് ആ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും അങ്ങനെ ക്രൈമുകൾ പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അവിടെയൊക്കെ ആക്ഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഹാർമോണിയസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കൂ, ഒരു വലിയ യുദ്ധമോ കോൺഫ്ലിക്റ്റോ സാമുദായിക സംഘർഷമോ അല്ലെങ്കിൽ വർഗീയ കലാപങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ജനങ്ങൾക്ക്. നമ്മളിപ്പോൾ ആലങ്കാരികമായി ഒരു 2 കൊലപാതകമൊക്കെ നടക്കുമ്പോൾ ജീവിക്കാൻ പേടിയാവുന്നു. അതൊരു ആലങ്കാരിക അർത്ഥത്തിൽ പറയുമെങ്കിലും ലോകത്തെ പല നാടുകളെ അപേക്ഷിച്ച് നോക്കിയാൽ സമാധാനവും സൗഹാർദ്ദവും ഉള്ള സ്ഥലമാണ് കേരളം. പ്രവാസികൾ പറയുന്നത് കണക്കാക്കണ്ട, അവർക്ക് നാടിനോടുള്ള ഒരു സ്നേഹം കൊണ്ടുകൂടി പറയുന്നതായിരിക്കും. എങ്കിലും ഈ ഒരു 15 വർഷത്തെ ഒരു മാധ്യമ ഒരു കാലഘട്ടമുണ്ട്. കാരണം പല ചാനലുകളിൽ വർക്ക് ചെയ്യുന്നു, ഈ പല സിനിമകളിലും മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ചാനലുകളിൽ കാണിക്കുന്ന ഒരു വിധമുണ്ട്. അതായത് എപ്പോഴും വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പണം വാങ്ങി വാർത്ത ചെയ്യുന്ന, അല്ലെങ്കിൽ പാർട്ടിക്കൊത്ത് വാർത്തകൾ ചെയ്യുന്ന, സിനിമയിൽ മാത്രം കാണുന്ന ഒരു നമ്മൾ കണ്ടുവരുന്ന ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ, അതായിട്ട് എന്തെങ്കിലും ബന്ധം? ഇപ്പൊ നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ സിനിമയിൽ കാണിക്കുന്ന രാഷ്ട്രീയവും ശരിക്കുള്ള രാഷ്ട്രീയവും തമ്മിൽ അങ്ങനെ നമുക്ക് അതിലൊരു യാഥാർത്ഥ്യം നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഓരോ പ്രൊഫഷനെ സംബന്ധിച്ചിട്ടും അങ്ങനെയാണ്. സിനിമയിൽ കാണുന്നത് പോലെ അല്ല യഥാർത്ഥത്തിലുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുറേയൊക്കെ അടുത്ത് വന്നിട്ടുള്ള ചില സിനിമകളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും സിനിമ എപ്പോഴും നമ്മുടെ ലൈഫിൽ നടക്കുന്ന വളരെ യാഥാർത്ഥ്യം നിറഞ്ഞ അല്ലെങ്കിൽ വളരെ യഥാതഥമായ കാര്യങ്ങൾ ഒരു സിനിമയാക്കിയാൽ അത് കാണാൻ ആളുണ്ടാവും. ഒരു വളരെ ഓർഡിനറി ആയിട്ടുള്ള, വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ആളുകൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ സാധാരണമായ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളാണല്ലോ ആളുകൾക്ക് സിനിമയിൽ കണ്ടത്. അതിന്റെ സസ്പെൻസ്, അതിന്റെ ഡ്രാമ. നമ്മുടെ ലൈഫിൽ അത്രയും ഡ്രാമ നടക്കുന്നില്ലല്ലോ. നമ്മുടെ ലൈഫ് അതുപോലെ തന്നെ ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഡോക്യുമെന്ററി ആവത്തുള്ളൂ. സിനിമയാവണമെങ്കിൽ കുറെ എലമെന്റ്സ് വേണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. അതല്ലാതെ യഥാർത്ഥത്തിലുള്ള മാധ്യമ പ്രവർത്തനവും സിനിമയിലെ മാധ്യമ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധമില്ല. ഇപ്പൊ ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ അത് മെസ്സേജിലൂടെ കാണിക്കാറുണ്ട്, പേഴ്സണലി കാണുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടാവും. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഡ്രീം, അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നേ ഞാൻ അക്കാര്യത്തിൽ പറയും. ഒന്ന്, ഇപ്പോൾ ജേർണലിസ്റ്റ് ആവാൻ നിർബന്ധിക്കപ്പെട്ടാൽ നല്ല ജേർണലിസ്റ്റ് ആവാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാളൊരു ജേർണലിസ്റ്റായി വന്ന ഉടനെ പെട്ടെന്ന് അയാൾ സൂപ്പർ സ്റ്റാറൊന്നും ആയിക്കൊള്ളുന്നില്ല. വാർത്ത ആദ്യം മുതലേ എഴുതി പഠിക്കേണ്ടി വരും. അതിന് കുറേ ഹേർഡിൽസ് ഉണ്ട്. വളരെ എളുപ്പമുള്ള അതിൻ്റെ ഒരു ലൈം ലൈറ്റ് മാത്രമൊന്നുമല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിലൊരു പാഷൻ ഉണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് അതിനകത്തൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയോ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് ആദ്യം തീരുമാനിക്കണം. അതല്ലാതെ എന്നാ പിന്നെ ജേർണലിസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അത്ര എളുപ്പമായിക്കൊള്ളണമെന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമ പഠന സ്ഥാപനങ്ങളുടെയും മാധ്യമങ്ങളിൽ തന്നെ ജോയിൻ ചെയ്യുന്ന ആളുകളുടെയും ഡ്രോപ്പ് ഔട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള സംഗതി എന്താണെന്ന് മനസ്സിലാക്കാതെ വരുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ ചാനലുകളിൽ എന്തുകൊണ്ട് ഫെയർ സ്കിൻ ആയിട്ടുള്ള ആളുകളെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആളുകളെ വളരെ ചുരുക്കമാണ് നമുക്ക് ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിൽ ആങ്കർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് അതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അത് ഇപ്പൊ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ഇപ്പോൾ ഈ പറഞ്ഞ ഫെയർ സ്കിൻ എന്ന് വിശേഷിപ്പിക്കുന്ന സ്കിൻ ടോൺ ആണോ? നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ അങ്ങനെ സ്കിൻ കളർ എന്നുള്ളത് കഴിവിൽ ഏതെങ്കിലും തരത്തിലൊരു ഘടകമായി. ഓപ്ര വിൻഫ്രേ പോലെയുള്ളൊരു മാധ്യമപ്രവർത്തക ഒരു വൈറ്റ് ആയിട്ടല്ലല്ലോ അത്രയും പ്രശസ്തിയായത്. ബറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നത് പക്ഷെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ആൾ ബറാക് ഒബാമ ആയിരിക്കും. അദ്ദേഹത്തിന്റെ അത്രയും ഗംഭീരമായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂവിന് പോയാൽ തന്നെ പലരും നമുക്ക് ചുറ്റുമുള്ള നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരൊറ്റ കാരണത്തിൽ അവസരങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം പല സ്ഥലങ്ങളുടെ പേരുകൾ പറഞ്ഞു, അവിടെ അതൊരു കുഴപ്പമില്ല. പക്ഷെ കേരളത്തിൽ അതൊരു പ്രശ്നമല്ലാന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ എനിക്കത് അങ്ങനെ, അതായത് ഞാൻ പല ഇന്റർവ്യൂ ബോർഡുകളിലും ഇരുന്നിട്ടുണ്ട്, ജേർണലിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യുന്ന
പല സ്ഥാപനങ്ങളിലായിട്ട്. പക്ഷെ അത് അവിടെ എവിടെയും അങ്ങനെ ഈ സ്കിൻ ടോൺ നോക്കിയിട്ട് ഒരാൾ വേണം ഒരാൾ വേണ്ട എന്ന് ഡിസിഷൻ എടുത്തിട്ടേ ഇല്ല. പിന്നെ ചില ആളുകൾ ഞാൻ അതിന്റെ ഇപ്പോൾ വസ്തുതാപരമായി ഒരു വിവരമില്ലാത്ത ഞാൻ മനസ്സിലാക്കാത്തടത്തോളം എനിക്കതിൽ അങ്ങനെ ഉണ്ടെന്നോ ഇല്ലെന്നോ കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ അങ്ങനെ ഈ സ്കിൻ ടോണിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൗന്ദര്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും റിജക്ട് ചെയ്തിട്ടില്ല. പൊതുവെ ഒരു ജേർണലിസ്റ്റായി മീഡിയ പഠിച്ച് ചാനൽ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ഇതല്ലാതെ ഒന്നും പഠിക്കാതെ ക്യാമറ തൂക്കി ഈ പറയുന്ന ഒരു കളിയാക്കൽ നേരിടുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. ഈ ഓൺലൈൻ മീഡിയകൾ പലപ്പോഴും അതിരുവിടാറുണ്ടോ? കാരണം ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അത് മരണ വീടാണെങ്കിൽ കൂടെ അതിലൊരു പരിധി വിട്ട് ആളുകൾ ഇടപെടുന്നത് മാധ്യമങ്ങളിൽ നിങ്ങളത് വളരെ ഇറിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേരുദോഷമായിട്ട് മാറാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മീഡിയ എന്ന പൊതുനാമധേയത്തിലാണല്ലോ എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ചില ഓൺലൈൻ മീഡിയ എന്റർടൈൻമെന്റ് രംഗത്ത് മാത്രം നിൽക്കുന്ന മീഡിയകളുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമാണ്. അതായത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളുടെ വ്യക്തിപരമായ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയ ഒരുപാട് എണ്ണം കൂണുപോലെ വരുന്നുണ്ട്. അതൊരു ജനാധിപത്യവൽക്കരണമാണ് ഒരർത്ഥത്തിൽ. കാരണം ഒരാൾക്ക് ഒരു അഭിപ്രായം പറയാൻ വലിയ മൂലധന പിന്തുണയൊന്നും ഇല്ലാതെ തന്നെ മാധ്യമങ്ങൾ തുടങ്ങുക. വലിയ വലിയ മാധ്യമ പ്രവർത്തകർ പോലും അങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഒരു ദേശീയ സാഹചര്യം എടുത്ത് രവീഷ് കുമാറിനെ പോലെ അല്ലെങ്കിൽ ബർക്കാദത്തിനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ ജേർണലിസ്റ്റുകൾ ഇപ്പോൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ്. എന്ന് പറഞ്ഞാൽ വലിയ മൂലധന പിന്തുണ ആവശ്യമില്ലാതെ നമുക്ക് സ്വതന്ത്രമായ അഭിപ്രായ പ്രകാശനത്തിന് വേണ്ടി ഓൺലൈൻ മാധ്യമങ്ങൾ തുടങ്ങാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ നിർണായകമായ പങ്കുവഹിച്ചത് ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഇപ്പൊ ധ്രുവ് റാട്ടി എന്ന് പറഞ്ഞ ഒറ്റ ആള് ഉണ്ടാക്കിയിട്ട് ഇൻഫ്ലുവൻസ് പ്രത്യേകിച്ച് ഹിന്ദി ബിൽഡിലൊക്കെ വളരെ വലുതാണ്. ഹിന്ദിയിലുള്ള ധ്രുവ് റാട്ടിയുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ. അപ്പൊ ഇത് ഒരു വലിയ സാധ്യതയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ. അതേസമയം ഇതിന്റെ രണ്ടാമത്തെ വശം ഇവിടെ ചുക്കു പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടല്ലോ. എല്ലായിടത്തും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന പേരിൽ ക്യാമറയുമായി പോയി ആളുകളുടെ സ്വകാര്യത മാനിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് മാത്രമല്ല ഈ വളരെ വൾഗർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ക്യാപ്ഷൻസും തംബ്നെയിൽസും ഒക്കെ ഇട്ട് നിങ്ങളിത് കണ്ടാൽ ഞെട്ടും എന്ന് പറഞ്ഞാൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുക. ഇതിനെ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് കാണണം. ആർക്കും എന്തും പറയാൻ പറ്റുന്ന ഒരു സെനാരിയോയും ഉണ്ടായിട്ടുണ്ട്. ആരെക്കുറിച്ചും എന്ത് മോശവും പറയാവുന്ന, എന്ത് വ്യക്തിഹത്യയും ചെയ്യാവുന്ന, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തെ ആകെ മലീമസമാക്കുന്ന ഒരു സെനാരിയോ ഒരു വശത്തുണ്ട്. രണ്ടാമത്തെ വശത്ത് നമുക്ക് അർത്ഥപൂർണമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു ഇടമായി ആർക്കും ആരുടെയും ലേബലോ അഡ്രസ്സോ പിന്തുണയോ ഇല്ലാതെ സ്വതന്ത്ര മാധ്യമം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായി ഇതിനെ കാണണം. അപ്പൊ നമ്മളിതിനെ രണ്ട് വശമുണ്ട്, ഇതിന് രണ്ട് ഏരിയയുണ്ട്, നല്ലതും മോശവും ഉണ്ട്. അപ്പൊ ഇതിനെ ബാലൻസ്ഡ് ആയിട്ട് കാണുക എന്നുള്ളതേ വഴിയുള്ളൂ. ഈ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ്. ഈ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പും ക്യാമറയ്ക്ക് ശേഷവും രണ്ട് ഫേസുകളുണ്ടോ? അല്ല, ഈ ക്യാമറയ്ക്ക് മുമ്പിൽ അതായത് സമൂഹത്തോട് പറയുന്നത് അവർ വളരെ പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ സമൂഹം അറിയേണ്ട, അവരുടെ അണികൾ അറിയേണ്ട കാര്യങ്ങളാണ്. അവർ ആ ഭാഷയിലായിരിക്കും സംസാരിക്കുക. ക്യാമറ ഓഫാക്കി കഴിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരാണല്ലോ. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് സംസാരിക്കുക. അവർക്ക് ഇപ്പൊ നമ്മളായിട്ടൊക്കെ സൗഹൃദവും എല്ലാ രാഷ്ട്രീയക്കാർക്കും അവർക്ക് നമ്മളോട് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഏത് ലോകത്തും അങ്ങനെയാണ്. അതെ. പിന്നെ ഈ ഇപ്പോ ചിലപ്പോ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു വളരെ ഗൗരവക്കാരും അറ്റാക്കിംഗ് മോഡിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒരു വളരെ സൗഹാർദ്ദത്തിലായിരിക്കും. ഇപ്പൊ രണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ടെങ്കിൽ അവർ പരസ്പരവും സൗഹൃദമുണ്ട്. അതൊന്നും തെറ്റൊന്നുമല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ പോയിന്റ് ഏറ്റവും ശക്തിയുക്തമായി ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി വാദിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഉത്തരവാദിത്വം. അത് അവർ ചെയ്യുന്നു എന്ന് കരുതി മറ്റൊരാളോട് അല്ലെങ്കിൽ ആങ്കറോട് അതല്ലെങ്കിൽ മറ്റേ പാർട്ടിക്കാരനോട് വ്യക്തിപരമായ ശത്രുത അവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അവരെ ഏൽപ്പിക്കുന്ന കാര്യം അവരുടെ പാർട്ടിയുടെ നിലപാട് പറയുക, അവരുടെ പാർട്ടി പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുക, എതിർ കക്ഷിക്ക് യുക്തമായ മറുപടി പറയുക എന്നുള്ളതാണ്. അത് അവരുടെ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരാണ്. എനിക്ക് ഈ ചർച്ചകൾ കാണുന്ന സമയത്ത് ഇവരിപ്പം ലൈവ് തീർന്ന ശേഷം അടി തുടങ്ങുന്നതാണ് ആളുകൾ തീർന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല സൗഹൃദമാണ്, നമ്മളോട് സൗഹൃദമാണ്. എപ്പോഴും മാധ്യമ പ്രവർത്തകർക്ക് മാപ്ര എന്ന് പറഞ്ഞിട്ടൊരു പേരും കൂടിയുണ്ട്. അതെനിക്ക് ജനങ്ങൾ തന്നതാണ്. എപ്പോഴും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക, നേതാവിനെ സപ്പോർട്ട് ചെയ്ത് കിട്ടുന്ന ഒരു പേരാണ്. ആ പേര് എങ്ങനെയാണ് നിങ്ങൾക്കത് അറിയാറുണ്ടോ? മാപ്ര എന്നുള്ളത് ഇപ്പോ മാധ്യമ പ്രവർത്തകരെ എല്ലാവരും ചുരുക്കി വിളിക്കുന്ന പേരായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു അധിക്ഷേപ പദമായിട്ടാണ് തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഈ മാപ്ര എന്ന് ഒക്കെ ഉള്ളത് വന്നത് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിമർശനത്തിന് വിധേയമാവുമല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടിയും മാധ്യമങ്ങളുടെ വിമർശനത്തിന് വിധേയമാവും. വിമർശനം കേൾക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ? ഇല്ല. അപ്പോൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുകയാണെങ്കിൽ അതിന്റെ അണികൾ കോപാകുലരാകും. അപ്പോൾ വിമർശിച്ചതിന്റെ പേരിൽ അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ മാപ്ര എന്ന അധിക്ഷേപബോധം ഉണ്ടായത്. ഒരു തരത്തിലുള്ള മീഡിയ ബാഷിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. വളരെ ഹാർഷായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതിന് എതിരെ പറയും. അങ്ങനെ വരുന്ന ഒരു കാര്യമാണ്. അത് വലിയ സംഭവമൊന്നുമല്ല. അത് മീഡിയ ബാഷിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ മാപ്ര പോലെയുള്ള ടെർമിനോളജി ഒക്കെ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ എന്താ പറയാ,
ഉപയോഗിച്ച് അത് പോപ്പുലറായി. അതുകൊണ്ട് ഇപ്പൊ സാധാരണ ആൾക്കാരും വിദ്വേഷമില്ലാതെയും ഇപ്പൊ മാപ്ര എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഗ്രോക്കിനോട്, ട്വിറ്ററിന്റെ പുതിയ AI ചോദിച്ചത് മാധ്യമ പ്രവർത്തകരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണമായ പദമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 2008 ഈ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത്. ഈ നമ്മൾ കണ്ടിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ന്യൂസ് റീഡിങ്ങും ഈ റിപ്പോർട്ടിംഗ് ഉണ്ട്. പക്ഷെ ഈ ഒരു 5 വർഷത്തിന് മുൻപ് അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വളരെ എന്റർടൈൻമെന്റ്, ചിരിച്ചുകൊണ്ട് ആളുകളെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അത് മാറിക്കഴിഞ്ഞു. ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണാം? കാരണം ഇപ്പം ബാബു രാമേന്ദ്രൻ ഇതിനെ കുറിച്ച് കഴിഞ്ഞ പറഞ്ഞ കാര്യം, ഒരു പൂരം കാണുന്ന ഒരു ലാഘവമാണ് ന്യൂസ് കാണുന്നത്. അപ്പം അതിനെങ്ങനെയാണ് കാണുന്നത്? ഈ മാറ്റം ക്രമാനുഗതമായി വന്നതാണ്. ശരിയാണ്, ആദ്യം വളരെ ഫോർമലായിരുന്നു, പിന്നീട് അത് കുറച്ചൊക്കെ ഇൻഫോർമലായി. ഇപ്പോൾ പറഞ്ഞതുപോലെ കുറച്ച് എന്റർടൈനിങ് ആയിട്ടാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. വാർത്ത അവതരിപ്പിക്കുന്ന ഭാഷ മാറി, അതുപോലെ തന്നെ രീതികൾ മാറി. അതൊക്കെ കാലാന്തരത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കൂ, ഞാൻ വാർത്ത അവതരിപ്പിച്ചു തുടങ്ങുന്ന കാലത്ത് സോഷ്യൽ മീഡിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് അല്ല. ഇന്ന് ഓർക്കുട്ട് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ട് എങ്കിലും, ഫേസ്ബുക്കൊക്കെ തുടക്കത്തിലാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പൊതു ചർച്ചയെ വഴിതിരിച്ചു വിടാൻ മാത്രമുള്ള ശക്തി അന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നമ്മൾ നോക്കും, ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഡിസ്കോഴ്സ് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തേക്ക് വന്നതോടുകൂടി മുഖ്യധാര മാധ്യമങ്ങളും അതിനനുസരിച്ചുള്ള മാറ്റത്തിന് സ്വമേധയാ വിധേയമായതാണ്. അതനുസരിച്ചിട്ട് ഭാഷകൾ മാറി. ഇപ്പം നോക്കൂ, ഇപ്പോൾ പണ്ട് എന്ന് പറയുന്നത് ടെലിവിഷനിലുള്ള കണ്ടന്റ് ആയിരുന്നു നമുക്ക് ആകെയുള്ള, ആദ്യം ദൂരദർശനം എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ആയിരുന്നു നമുക്ക് കാണാനുള്ള ഒന്ന്. പിന്നീട് സ്വകാര്യ ചാനലുകൾ വന്നു. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമുക്ക് ഈ കണ്ടന്റിന്റെ കാര്യത്തിൽ എവിടെയും പഞ്ഞുണ്ടോ, നമുക്ക് ഏത് രാജ്യത്തുള്ള ഏത് ഭാഷയിലുള്ള ഇഷ്ടംപോലെ കണ്ടന്റ് അത്ര അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്കിപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ക്ലൂസിവിറ്റി ഒന്നും ക്ലെയിം ചെയ്യാനില്ല. അപ്പോൾ ഈ പുതിയ കാലത്തിനനുസരിച്ച് ആ ഭാഷ, അതിന്റെ വഴക്കമൊക്കെ മാറുന്നതാണ്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇപ്പം നമുക്ക് കാണുന്ന സെലിബ്രിറ്റി പോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡെയിലി ന്യൂസ് കാണുന്ന ഒരാൾക്ക് ന്യൂസ് റീഡർ സെലിബ്രിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഒരു സെൽഫ് ബൂസ്റ്റിംഗ് എങ്ങനെയാ? കാരണം ഓരോ ദിവസം ഈ പ്രസന്റേഷനിൽ വരുന്ന മാറ്റങ്ങൾ, ആ രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണമല്ലോ. ഇപ്പം പല ആങ്കേഴ്സും അല്ലെങ്കിൽ പല പ്രസന്റേഴ്സും നമുക്കത് ഭയങ്കര സെലിബ്രിറ്റി മൂഡിലാണ് ഓരോ ദിവസം കഴിയുമ്പോൾ. എങ്ങനെയാണ് ആ ഒരു സെൽഫ് ബൂസ്റ്റിംഗ് നടത്താറുണ്ടോ? ഞാൻ സെൽഫ് ബൂസ്റ്റിംഗ് ഞാനായിട്ടൊന്നും നടത്താറില്ല. ഞാൻ സോഷ്യൽ മീഡിയ പോലും വളരെ പരിമിതമായി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാനായിട്ട് അതിന് സെൽഫ് ബൂസ്റ്റിംഗ് നടത്താറില്ല. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ആങ്കർമാർക്ക് ഒരു താരപദവി പക്ഷെ പണ്ട് മുതലുണ്ട്. നമ്മളിപ്പോൾ ദൂരദർശൻ കാലത്തെ വാർത്താ അവതാരകരുടെ മുഖവും പേരും ഒക്കെ ഓർത്തിരിക്കുന്നുണ്ട്. അതിനുശേഷം സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ വന്നപ്പോൾ ആദ്യകാല വാർത്താ അവതാരകർക്കും ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഗിമ്മിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പക്ഷെ നമ്മൾ അവരെ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അവർ അന്ന് സെലിബ്രിറ്റികളായിരുന്നു. ഇന്ന് അത്രത്തോളം ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ശരിയാണ്, സ്വയം പേഴ്സണൽ തന്നെ ഒരു ബ്രാൻഡായിട്ട് അവതരിപ്പിക്കാറുണ്ട് മാധ്യമ പ്രവർത്തകർ. അപ്പോൾ അവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള ഷോ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ചാനലായിട്ടാണ് പലപ്പോഴും മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ ടോക്കിംഗ് ഹെഡ്സ് ആണ് അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരിക. അത് പല ആളുകൾ പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് റെലവന്റ് ആയിട്ട് നിൽക്കാൻ. എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഓരാതെ സംസാരിക്കും. ചിലപ്പോൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, എങ്കിലും ഒരുപാട് വായിക്കുന്ന ഒരാളായിരിക്കും. എത്തരത്തിലുള്ള ബുക്കുകളാണ് വായിക്കുന്നുണ്ടാവും? എല്ലാ തരത്തിലുള്ള ബുക്കുകളും വായിക്കും. പക്ഷെ ഇപ്പോൾ വളരെ കാലമായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സഹായകരമാകുന്ന പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ നമ്മൾ ജോലി, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, ഇത് രണ്ടും മാനേജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വളരെ വിപുലമായൊരു വായനയ്ക്കുള്ള സമയം സ്വാഭാവികമായി കിട്ടില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ യാത്രകളുണ്ടാവും. അപ്പോൾ യാത്രക്കിടയ്ക്ക് അതല്ലെങ്കിൽ ഇടവേളകൾ, ഈ സമയങ്ങളിലൊക്കെ വായിക്കാൻ സമയം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ മുഖ്യമായിട്ടും വായിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയം, ചരിത്രം, ആ തരത്തിലുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ പിക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്കിത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ മണിക്കൂറിലും സംസാരിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ പൊതുപരിപാടികൾ ഉണ്ടാവും, പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇന്റർവ്യൂകൾ ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ സംസാരിക്കുകയാണല്ലോ നമ്മുടെ തൊഴിൽ. അപ്പോൾ അതിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ അധികവും സെലക്ട് ചെയ്യാറ്. ഈ തിരക്കിനിടയിലും എങ്ങനെ ഒരു ഫ്രീ ടൈം എന്റർടൈൻമെന്റിലായിട്ട് മാറ്റി വെക്കുക? സിനിമകൾ കാണുന്ന ആളാണോ? എത്തരത്തിലുള്ള സിനിമകൾ? അത് എല്ലാ സിനിമകളും തിയേറ്ററിൽ റിലീസ് ആവുന്നത് കാണാൻ ശ്രമിക്കുന്ന ആളാണോ? എല്ലാ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ്. പക്ഷേ ഈ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ കാണാൻ അങ്ങനെ പോവാറില്ല. എമ്പുരാൻ കണ്ടു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒത്തിരി കാലം അതിനു മുമ്പ് ആവേശം കണ്ടു. ഇങ്ങനെ വളരെ റയറായിട്ട് മാത്രമേ, ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു 4 സിനിമയൊക്കെയാണ് മാക്സിമം തിയേറ്ററിൽ കാണുക. ബാക്കിയൊക്കെ OTT-യിലാണ്. പക്ഷെ മിക്കവാറും സിനിമകൾ കാണാൻ ശ്രമിക്കാറുണ്ട്. ഈവൻ
അത്ര എന്റർടൈനിങ് അല്ലാത്ത സിനിമകൾ പോലും OTT അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഏത് രാത്രിയിലും അല്ലെങ്കിൽ ഏത് സമയത്തും കാണാമല്ലോ. വേണമെങ്കിൽ പുലർച്ചെ പോലും കാണാം. അതുകൊണ്ട് അതിൽ സമയം ഒരു ഘടകം അല്ലാത്തത് കൊണ്ട് OTT-യിൽ പിന്നെ സിനിമകൾ കാണാം. പക്ഷേ തിയേറ്ററിൽ വളരെ കുറവാണ്. അപ്പം ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. കാരണം ഒരു ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, അതുകൊണ്ട് പണ്ട് മുതൽക്കേ കാണുന്ന ഒരു മുഖമാണ്. അപ്പൊ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.